കുണ്ടക്കലെ ചോറ് തിന്ന ആളായതുകൊണ്ട് പറയണതല്ല. കുണ്ടക്കലെ കുഞ്ഞീഷൻ നമ്പ്യാരുടെയും അനന്തരവൻ ശേഖരന്റെയും പേര് കേട്ടാൽ നീലാണ്ടിന് മുക്തി. ആയരെ ആ കരയിൽ ആരാന്ന് നോക്കി. ആരാണോ നിങ്ങക്ക് മനസ്സിലായില്ലേ? വലത്ത് നിന്ന് ആദ്യം ഭരതൻ, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനന്ദൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാരി നിൽക്കുന്നത് ഹൈദ്രു. 4 കുപ്പിക്കണ്ടങ്ങളാ മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കെ. മെഡിക്കൽ കോളേജിൽ പോയി കണ്ടുവന്ന അടിയോടിയാ പറഞ്ഞത്. ജീവനുണ്ട്, മാത്രമല്ല പരിക്കൊന്നും അത്ര സാരമുള്ളതുമല്ല. അത് അങ്ങനെ ചാവുന്നത് അടിയൊന്നും അല്ല, തലയർത്തിട്ടാ കൂടും. അതായത് നീ ഇപ്പോൾ അഹങ്കരിക്കുന്നുണ്ടാവും നീലകണ്ഠനെ വീഴ്ത്തിയെന്ന്. 10 ആളിന്റെ ബലവും ഇരുട്ടിന്റെ മറവും ഇല്ലാതെ നേർക്ക് നേരെ നിനക്കൊരു ചുക്കം ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും ഈ നിലയിൽ ആശ്വസിപ്പിക്കാൻ പറയേണ്ട നല്ല വാക്കുകൾ എന്റെ നാട്ടിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ, ദുഷ്ടനാ. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊന്നുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. ഞാനൊരു പിഴപ്പ് പറ്റുന്നയാളല്ലേ? തന്തയില്ലാത്തവൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? താനെന്താ ഭീഷണിപ്പെടുത്തുക? എന്റെ ഭീഷണി എന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. ഒന്നാളെ ഞാൻ പഠിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. വാടാ. Wake up to reality. ಕೊರಳಲಿ ಭಸ್ಮ ರುದ್ರಾಕ್ಷವ ಧರಿಸಿದ ಪರಮ ವೈಷ್ಣವನು ನೀನೆ. ಗರುಡ ಗಮನ ನಮ್ಮ ಪುರಂದರ ವಿಠಲನ ಪ್ರಾಣ ಪ್ರಿಯನು ನೀ.